സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ പുനഃസ്ഥാപിക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ അവസാനവട്ട ശ്രമം ഫലം കാണുമോ എന്ന് വ്യാഴാഴ്ച അറിയാം. ഗോവിന്ദച്ചാമിക്ക് വിചാരണ കോടതിയും ഹൈക്കോടതിയും വിധിച്ച വധശിക്ഷ ജീവപര്യന്തമായി സുപ്രീം കോടതി ഇളവ് ചെയ്തിരുന്നു. വിധി പുനഃപരിശോധിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെയും സൗമ്യയുടെ അമ്മയുടെയും ആവശ്യം തുറന്ന കോടതിയിൽ വാദം കേട്ട ശേഷം കോടതി തള്ളി. നിരവധി കേസുകളിൽ പ്രത്യാഘാതമുണ്ടാക്കുകയും കുറ്റവാളികൾക്ക് തെറ്റായ സന്ദേശം നൽകുകയും ചെയ്യുന്ന വിധിയിലെ തെറ്റുതിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചത്. അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി തയ്യാറാക്കിയ തിരുത്തൽ ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതിയിലെ മുതിർന്ന 3 ജഡ്ജിമാരടങ്ങുന്ന 6-അംഗ ബെഞ്ചിനാണ് ചീഫ് ജസ്റ്റിസ് രൂപം നൽകിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് JS കെഹാർ, ജസ്റ്റിസുമാരായ ദീപക് മിശ്ര, ജയശലമേശ്വർ എന്നിവർക്കൊപ്പം നേരത്തെ കേസിൽ വിധി പ്രസ്താവിച്ച രഞ്ജൻ ഗൊഗോയ്, PC പന്ത്, UU ലളിത് എന്നിവരും ബെഞ്ചിലുണ്ടാകും. ജഡ്ജിമാർ ചേംബറിൽ വെച്ചാണ് തിരുത്തൽ ഹർജി പരിഗണിക്കുക. ഹർജിയിൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രഥമദൃഷ്ട്യാ ഹർജി തള്ളാൻ ബെഞ്ച് തീരുമാനിച്ചാൽ ഇതിനുള്ള അവസരം ലഭിക്കില്ല. സൗമ്യയെ തീവണ്ടിയിൽ നിന്ന് തള്ളിയിട്ടത് ഗോവിന്ദച്ചാമിയാണെന്നതിന് നേരിട്ടുള്ള തെളിവുകളില്ലെന്നാണ് ശിക്ഷ ഇളവ് ചെയ്യാൻ കോടതി കണ്ടെത്തിയ കാരണം. എന്നാൽ മറ്റെല്ലാ തെളിവുകളും എതിരാകുമ്പോൾ ഗോവിന്ദച്ചാമിക്ക് സംശയത്തിന്റെ ഇളവ് നൽകരുതെന്നാണ് തിരുത്തൽ ഹർജിയിൽ സർക്കാർ ഉന്നയിക്കുന്ന വാദം. പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ അനുകൂലമായി ജസ്റ്റിസ് മാർക്കണ്ഡേയ ഗഡ്ജു കോടതിയിൽ ഹാജരായിരുന്നു. അദ്ദേഹത്തിനെതിരായ കോടതിയലക്ഷ്യ നടപടികൾക്കാണ് അന്ന് ഊന്നൽ നൽകിയതെന്നും വസ്തുതകൾക്ക് മതിയായ പ്രാധാന്യം നൽകിയിട്ടില്ലെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. PS വിനയ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.